ക്രൂഡ് ഓയിലിനൊപ്പം തന്നെ ഇന്ത്യ റഷ്യയെ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വളം. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വളം ഉപഭോക്ത രാജ്യമാണ് ഇന്ത്യ. മൂന്നാമത്തെ ഏറ്റവും വലിയ വള നിർമ്മാതാക്കളാണ് ഇന്ത്യ. പക്ഷേ നമുക്ക് വളം നിർമ്മിക്കാനായിട്ടുള്ള മെറ്റീരിയലൊക്കെ വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചൈന വളങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും മറ്റുമൊക്കെ ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഈ കാർഷിക ജോലികൾ ആരംഭിക്കുന്ന സമയത്ത് തന്നെ കടുത്ത നിയന്ത്രണം ചൈന പലപ്പോഴും കൊണ്ടുവരുന്നത് അത് വിളകളെയും മറ്റുമൊക്കെ ബാധിക്കാറുമുണ്ട്. ഒപ്പം തന്നെ ഭാവിയിൽ ഒരുപക്ഷെ ചൈന ഈ വളം നൽകിയില്ല എങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്കും പോകും. നിലവിൽ ഇന്ത്യ ഒരു 6 പ്ലാന്റ് കൂടി ഈ രാജ്യത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ചില മെറ്റീരിയലുകളുടെ ദൗർലഭ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വളം ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയാത്ത. പകരം മെറ്റീരിയൽ പുറത്തുനിന്ന് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നിർമ്മിക്കുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ അതിനൊരു മാറ്റം വന്നിരിക്കുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ അമോണിയ ഉള്ള രാജ്യം കൂടിയാണ് റഷ്യ. അവിടെ യൂറിയ പ്ലാന്റ് നിർമ്മിക്കാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു. വലിയ ഒരു നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്നാണ് വളം. 3 കോടി ടൺ ആയിരുന്നു കഴിഞ്ഞ വർഷം 2024 ഇന്ത്യയുടെ ഉൽപ്പാദനം. ഇതിലേറിയ പങ്കും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ റഷ്യയിൽ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ യൂറിയയും ഒപ്പം തന്നെ അമോണിയയും ഒക്കെ ലഭ്യമായ ഒരു ഇടമാണ് റഷ്യ. അവിടെ നിന്ന് നമ്മൾ വളം ഇറക്കുമതി ചെയ്യുകയായിരുന്നു മുമ്പെങ്കിൽ. ഇപ്പോൾ നമ്മൾ തന്നെ അവിടെ ഫാക്ടറികൾ സ്ഥാപിക്കുകയാണ്. അവിടെ ഫാക്ടറികൾ സ്ഥാപിക്കുന്ന ഇന്ത്യൻ കമ്പനികൾ രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് RCF, നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് NFLF, ഇന്ത്യൻ പൊട്ടാഷ് ലിമിറ്റഡ് IPL എന്നിവയാണ് റഷ്യയിൽ പ്ലാന്റുകൾ നിർമ്മിക്കുക. ഡിസംബറിൽ പുടിൻ ഇന്ത്യയിലെത്തുമ്പോൾ ഈ കരാർ ഒപ്പുവെക്കും. പ്രകൃതിവാതകവും അമോണിയവും ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്ന റഷ്യയാണ്. അവിടെ തന്നെ നമ്മൾ സ്വന്തമായി പ്ലാന്റ് നിർമ്മിച്ചുകൊണ്ട് അവിടെ നിന്ന് അത് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ കൂടുതൽ ലാഭകരമാകും. ഭാവിയിൽ മറ്റ് രാജ്യങ്ങൾ ഈ മെറ്റീരിയൽ തന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് ചൈന ഈ മെറ്റീരിയലുകൾക്ക് നിയന്ത്രണം വരുത്തുകയോ തരാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യൻ കാർഷിക വ്യവസായത്തിന് തിരിച്ചടി ആകില്ല. കാരണം ഇത്തരത്തിൽ വളനിർമ്മാണ കേന്ദ്രങ്ങൾ അവിടെ നിർമ്മിക്കുന്നത് മൂലം ഏതായാലും ക്രൂഡ് ഓയിലിന്റെ കമ്പനികളിൽ ചില ഉപരോധങ്ങൾ വരുത്തിയത് മൂലം എണ്ണ ഒരുപക്ഷെ ഇറക്കുമതിക്ക് ഇനി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ആ ഒരു സാഹചര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ട് റഷ്യയുടെ ഒപ്പം പരമാവധി ചേർന്ന് നിൽക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഇത്തരത്തിലൊരു വലിയ വള നിർമ്മാണ കമ്പനികൾ തന്നെ അവിടെ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.